السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് കഹ്ഫിലെ 29-ാമത്തെ ആയത്തിനെ ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. ألم ترى أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് ലുഖ്മാനിലെ 28-29 ആയത്തിന് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു പോയി. ഇനി 30-ാമത്തെ ആയത്ത്, അലം തറ, നീ അറിയുന്നില്ലേ, അന്നൽ ഫുൽക്ക കപ്പല്, തജ്രീഫിൽ ബഹരി, അത് സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു, ബിനിഅമത്തില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ, ലിയുരിയക്കും മിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ഷകൂർ, ഇതില് വലിയ ദൃഷ്ടാന്തമുണ്ട് എല്ലാ ക്ഷമാശീലർക്കും നന്ദി കാണിക്കുന്നവർക്കും. ഇവിടെ കഴിഞ്ഞ ആഴ്ച മനുഷ്യനിൽ നിന്നും ഏറെ അകലെ നിലകൊള്ളുന്ന, അവന്റെ ദൃഷ്ടികൾക്ക്, അവന്റെ കാഴ്ചകൾക്കെല്ലാം തന്നെ ഏറെ ദൂരെ നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ അതിബലിഷ്ഠമായ സംവിധാനങ്ങളെക്കുറിച്ചും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇതിന്റെ മുകളിലുള്ള ആയത്തില് അള്ളാഹു സംസാരിക്കുന്നത്, നമ്മളോട് പറയുന്നത്. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശ്-ശംസ വൽ ഖമർ കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടികൾക്ക്, നമ്മുടെ അറിവുകൾക്കെല്ലാം തന്നെ ഭൂരിപക്ഷ മനുഷ്യരുടെ അറിവുകൾക്ക് അപ്പുറം നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് ഇതിന്റെ മുകളിൽ അള്ളാഹു സംസാരിച്ചു പോകുന്നത്. എന്നിട്ട് അതിലേക്ക് മനുഷ്യന് എത്തി നോക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, പേന പിടിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഇത്തരം ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ മഹാസംവിധാനങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു അവൻ സത്യമാണ് എന്ന് പറഞ്ഞ് അതിനെ അള്ളാഹുവിന്റെ അളമത്തുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا تَدْعُونَ مِن دُونِهِ الْبَاطِلُ. അപ്പൊ മനുഷ്യൻ ചിന്തിച്ചാല് അവന് ബോധ്യപ്പെടും ഇതിന്റെ എല്ലാം പിറകിൽ ഒരു മഹാശക്തി ഉണ്ടെന്നും അവൻ സത്യമാണെന്നും അവന് ബോധ്യപ്പെടും. അവന് പുറമേ മനുഷ്യൻ കൊത്തിയുണ്ടാക്കുന്നതോ വരച്ചുണ്ടാക്കുന്നതോ സൃഷ്ടിച്ചുണ്ടാക്കുന്നതോ ആയ ഏതൊന്നും അതെല്ലാം തന്നെ ബാത്തിലാണ്, അസത്യമാണ് എന്ന് ബോധ്യപ്പെടും. അള്ളാഹു മഹോന്നതനും ഔന്നിത്യമാർന്നവനുമാണ് എന്ന് അതോടൊപ്പം പറഞ്ഞ് അള്ളാഹുവിന്റെ അളമത്തിനെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശേഷം പിന്നീട് നമ്മുടെ ദൃഷ്ടികൾക്ക് കാണാൻ കഴിയുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു മഹാദൃഷ്ടാന്തത്തിലേക്ക് അള്ളാഹു പിന്നീട് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അലം തറ, അറിയുന്നില്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ അലം തറ എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് അങ്ങനെ
ചില പ്രയോഗങ്ങൾ നടത്തി തുടങ്ങുന്ന ആയത്തുകൾക്ക് നമ്മൾ അറിയുന്നില്ലേ എന്നെല്ലാമാണ് അർത്ഥം പറയുന്നതെങ്കിലും അതിനെ ഇമാം ഷഅറാവിയെ പോലെയുള്ള പണ്ഡിതന്മാര് വളരെ ഗഹനമായ ഗാഠമായ രൂപത്തിലുള്ള ചില അർത്ഥങ്ങളെല്ലാം അതിന് നൽകിപ്പോകുന്നുണ്ട്. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വചനങ്ങളെല്ലാം ഒരു പ്രവാചകനിലൂടെ മനുഷ്യ കുടുംബത്തെ കേൾപ്പിക്കുകയാണ്. അപ്പൊ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വിജ്ഞാനത്തിന്റെ മൂന്നാം തലത്തിൽ നിന്ന് മനുഷ്യ കുടുംബത്തോട് സംസാരിക്കുന്നവരാണ്. അറിവിന് 3 തലങ്ങളുണ്ടെന്നും അതിലെ മൂർത്തമായ അറിവിന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകന്മാർ ലോകത്തോട് സംസാരിച്ചിട്ടുള്ളതെന്നും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹഖുൽ യഖീന്റെ ലോകത്ത് നിന്ന് സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ അലം തറ എന്ന് പറയുമ്പോൾ അത് നാം ഇന്ന് അറിയുന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന അറിവിനെ കുറിച്ചുള്ളതല്ല. അല്ലെങ്കിൽ നീ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ നാം ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മാറി മറിയുന്ന ഒന്നിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു അറിവിന്റെ ഒരു ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമല്ല അത്. മറിച്ച് അലം തറ എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഭാവി കാലത്തിന്റെയും ഭൂതകാലത്തിന്റെയും മറയെ നീക്കിക്കൊടുത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നാണ് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത്. ഇപ്പോ മുൻകാല പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അഗാധതയെ കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന വിഷയത്തിലേക്ക് അവരുടെ ദൃഷ്ടിയെ നേരിട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അപ്പൊ അസ്ഹാബുൽ ഫീലിനെ കുറിച്ച് പറയുമ്പോൾ ആ പഴയ ചരിത്രത്തിലേക്ക് ഒരു പ്രവാചകന്റെ ദൃഷ്ടിയെ കൊണ്ടുപോകുകയും എന്തൊക്കെയാണോ അവിടെ നടന്നത് അതിന്റെ ഒരു റിയാലിറ്റിയെ ആ പ്രവാചകന് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂതകാലത്തിന്റെ മറയെ നീക്കിക്കൊടുത്തു എന്നുള്ളത്. എല്ലാ പ്രവാചകന്മാരിലേക്കും നേരിട്ട് തന്റെ ദൃഷ്ടി കൊണ്ട് ആ സംഭവത്തിലേക്കും പ്രവാചകന്മാരിലേക്കും നോക്കുവാനുള്ള ഒരു അവസരം അല്ലാഹു നൽകി എന്നുള്ളത്. ആ സംഭവങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് ആ പഴയ ആ സംഭവങ്ങളെ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുക. നമ്മളിന്ന് അങ്ങനെയാണല്ലോ, പഴയതെല്ലാം തന്നെ നമ്മൾ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡ് നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ഇനി അന്ത്യനാൾ വരേക്കും വരുന്ന തലമുറകൾക്ക് അതിനെ ഇട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. ഇത് മനുഷ്യൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അറിയുന്നില്ലേ എന്നുള്ളതിനപ്പുറം അത് കാണുന്നില്ലേ എന്ന് തന്നെ അർത്ഥം പറഞ്ഞാല് അതൊരു പ്രവാചകനിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അത് അർത്ഥസമ്പുഷ്ടമാണ്, സമ്പൂർണമാണത് ആ പ്രയോഗം. അപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ അറിയുന്നില്ലേ എന്ന് അലം തറ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞു പോകുന്നത് നമ്മുടെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനങ്ങനെ അർത്ഥം പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പ്രവാചകനിലേക്ക് ചേർക്കുമ്പോൾ ആ പ്രവാചകൻ റഅ എന്ന് പറയുന്ന കണ്ണുകൊണ്ട് കാണുക എന്നുള്ള ഒരു അർത്ഥമുണ്ടല്ലോ. നമ്മള് റഅ എന്നും ബസറ എന്നുള്ളതിൻ്റെയും 2 വാക്കുകളുടെ ആശയ തലങ്ങൾ ഇതിനു മുമ്പ് അതിനെയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതാണ്. ആ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് നേരിട്ട് കാണുന്നു എന്നുള്ളത് തന്നെ. വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാതി വൽ അർളി ലിയകൂന മിനൽ മൂഖിനീൻ. അപ്രകാരം നാം
അബ്രഹാനുരി, നാം കാണിച്ചു കൊടുത്തു അബ്രഹാം പ്രവാചകന് മലക്കൂത്ത സമാവാത്തി വൽ അർളി, ആകാശ ഭൂമികളുടെ അഗാധതയെ നാം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പൊ നേരിട്ട് കണ്ടുകൊണ്ട് ആ വസ്തുതയെ അനുഭവിച്ചുകൊണ്ട് പ്രവാചകന്മാർ സംസാരിച്ചു. അപ്പൊ ഇവിടെയും ഒരു പ്രവാചകനോട് പറയാണ്, നീ കാണുന്നില്ലേ, അത് ആ സമയം ആ ഒന്നിലേക്ക് വാതിൽ തുറക്കപ്പെടുന്നു. അള്ളാഹു ആ പ്രവാചകന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ നേരിട്ട് അതിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി. അപ്പൊ എന്താ കാണാന്? ഇല്ല, മുഹമ്മദ് റസൂലുള്ള അങ്ങനെ ഷിപ്പ് കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിൽ ഒരിക്കൽ പോലും കപ്പൽ കണ്ടിട്ടില്ല. ആ പ്രവാചകനോട് പറയാണ്, നീ കാണുന്നില്ലേ, കപ്പൽ സഞ്ചരിക്കുന്നത് കാണുന്നില്ലേ? തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാ, അള്ളാന്റെ അനുഗ്രഹത്തോടു കൂടി അത് കപ്പലിൽ സഞ്ചരിക്കണോ, സമുദ്രത്തിൽ സഞ്ചരിക്കണോ? അപ്പോ നമ്മൾ ഇന്നിങ്ങനെ ചിന്തിക്കുമ്പോ എന്താപ്പത് വലിയൊരു നിഅമത്ത് എന്ന് നമ്മള് ഓർത്തു പോകും. കപ്പല് സമുദ്രത്തില് എങ്ങനെയാണ് അത് പൊന്തി നിൽക്കുന്നത്? വളരെ ലോലമായ ഒന്നുകൊണ്ട് വളരെ ബലിഷ്ഠമായ ഒന്നിനെ അള്ളാഹു താങ്ങി നിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ സമുദ്രത്തിൽ കപ്പലുകളും അതുപോലെ തന്നെ ബോട്ടുകളും അതിൽ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ എല്ലാ സംവിധാനങ്ങളും. ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോ നമ്മള് എത്രയോ ടൺ കണക്കിന് ഭാരം ചുമന്നു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ഈ വാഹനങ്ങൾ വളരെ ലോലമായ വായുവിലാണ് അതിനെ താങ്ങി നിർത്തുന്നത്. ആ വായു തന്നെ, ആ വായുവിന്റെ സമ്മർദ്ദം, അത് കൂടിക്കഴിഞ്ഞാൽ ടയറുകൾ പൊട്ടിത്തെറിക്കും. അപ്പൊ അള്ളാഹു വായു കൊണ്ട്, വളരെ ലോലമായ ഒന്നുകൊണ്ട്, ഭാരിച്ച ഒന്നിനെ അള്ളാഹു താങ്ങി നിർത്തുന്നു. അത് വലിയ ദൃഷ്ടാന്താണ്. അതുപോലെയാണ് വെള്ളത്തിലേക്ക് എന്തിനേ ഇട്ടാൽ താന്നു പോകും. പക്ഷെ ഇവിടെ മനുഷ്യൻ ഇന്ന് പുതിയ ലോകത്ത് പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ടൺ കണക്കിന് ഭാരമുള്ള ഒന്നിനെയാണ് സമുദ്രത്തിലൂടെ അവനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സമുദ്രത്തിനെ അള്ളാഹു ഉപ്പുരസമുള്ള വെള്ളമാക്കി മാറ്റുകയും, സമുദ്രത്തിന്റെ 3/4 ഭാഗം, ഭൂമിയുടെ 4/4 ഭാഗം സമുദ്രമാണ്. ആ സമുദ്രം തന്നെ അള്ളാഹു അതിനെ, ഇമാം ഷഹറാബിന് തന്നെ വിശാലമായ, എന്തുകൊണ്ട് അള്ളാഹു 3/4 ഭാഗം എന്തുകൊണ്ട് സമുദ്രമാക്കി എന്നുള്ളതിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ വിശാലമായ അവതരണം ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ആക്കി? അത് മഴയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിഭാസത്തെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ 1/4 ഭാഗത്തിന്, ഈ 3/4 ഭാഗം വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ഈ 1/4 അത് ആവശ്യമാണോ? എന്താണ് അള്ളാഹു അതിലൂടെ മനുഷ്യന് നൽകിയ മഹാ അനുഗ്രഹങ്ങൾ എന്നെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പൽ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്, മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് എങ്ങനെയാണ് അതിനെ ചലിപ്പിച്ചു കൊണ്ടുപോകാൻ അവന് കഴിയുന്നത്. അപ്പൊ ആ വെള്ളത്തിലുള്ള ചില പ്രത്യേകതകളുണ്ട്. അത് ഉപ്പുരസമുള്ള വെള്ളമാക്കി മാറ്റിയതിന്റെ പിറകിൽ അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വളരെ വിശാലമായിട്ട് അദ്ദേഹം ഇത്തരം വിഷയങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിന് ഉപ്പുരസമുള്ള വെള്ളമാക്കി? മഴയെക്കുറിച്ച് പിന്നീട് പറയുമ്പോഴും അള്ളാഹു ആ ഉപ്പുരസമുള്ള വെള്ളത്തെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് സൂറത്ത് വാഖിയയിൽ. നിങ്ങൾക്ക് മേഘങ്ങളിൽ നിന്നും നാം നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഇറക്കി തന്നില്ലേ, അതിനെ നാം ഉപ്പുരസമുള്ള വെള്ളമാക്കിയില്ല. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ,
അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ലജഅൽനാഹു ഉജാജ. നാം ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഇറങ്ങി വരുന്ന മഴത്തുള്ളികളെ നാം ഉപ്പുരസമുള്ള വെള്ളമാക്കി തന്നെ മാറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തന്നു. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? ഇവിടെയും ഈ ആയത്തിൽ നീ ഷക്കൂർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? അപ്പൊ ഇതാരാണിത് ശുദ്ധീകരിക്കുന്നത്? എവിടെ നിന്നാണ് ഈ മേഘങ്ങൾ രൂപപ്പെടുന്നത്? മേഘങ്ങൾ എങ്ങനെയാണ് വാനലോകത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത്? അതിനെങ്ങനെയാണ് ഘനീഭവിപ്പിക്കുന്നത്? ആ ഘനീഭവിപ്പിക്കുന്ന മേഘക്കട്ടകളെ അതിലെങ്ങനെയാണ് സുഷിരങ്ങളെ അള്ളാഹു നിർമ്മിക്കുന്നത്? ആ സുഷിരങ്ങളിലൂടെ എങ്ങനെയാണ് അള്ളാഹു മനുഷ്യന് ജീവജലം സമ്മാനിക്കുന്നത്? ആ കാർമേഘങ്ങൾ ഘനീഭവിപ്പിക്കപ്പെടുന്ന അവസ്ഥകളെ കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ നിസാരമായിട്ടാണ് ഇതെല്ലാം തന്നെ പറഞ്ഞു പോകുക. പക്ഷെ അള്ളാഹു എന്തെല്ലാം സംവിധാനങ്ങളിലൂടെയാണ് മനുഷ്യനെ അള്ളാഹു ആദരിക്കുകയും അവനെ അനുഗ്രഹം ചൊരിയുകയും ചെയ്തിട്ടുള്ളത്. ഈ മേഘക്കട്ടകളിൽ സുഷിരങ്ങളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പോ ഇവിടെയും ഈ കപ്പൽ സഞ്ചരിക്കാൻ അതിന് പ്രാപ്തമായ രൂപത്തിൽ ഈ കടൽ വെള്ളത്തെ ഉപ്പുരസമുള്ള വെള്ളമാക്കി അള്ളാഹു മാറ്റി. അങ്ങനെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു ഭൂമിയുടെ 4/3 ഭാഗത്തെ ആ രൂപത്തിൽ മാറ്റിക്കൊണ്ട് അതിലൂടെ ഒരു ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അതിലൂടെ അള്ളാഹു സമ്മാനിക്കുന്ന, ഒരുക്കി കൊടുക്കുന്ന ജീവിതത്തിന്റെ ഒരു മഹാലോകമുണ്ട്. അവൻ നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി. അവിടെ നിങ്ങൾ എന്താക്കുന്നു? അതിൽ നിന്ന് മാണിക്യങ്ങളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വിശിഷ്ടമായ വളരെ രുചികരമായ മത്സ്യമാംസങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് അതിൽ നിന്ന് സമ്മാനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് സൂറത്ത് നഹലിലെ ഒരായത്താണത്. അപ്പൊ ഇവിടെ അള്ളാഹു ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് മനുഷ്യർക്ക് മുമ്പിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ നിഅമത്തിലൂടെ എങ്ങനെയാണ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഷിപ്പ് ഏറ്റവും കൂടുതൽ അതിന്റെ സ്പീഡിന് സാധാ ഒരു പ്രയോഗമല്ല നോട്ടിക്കൽ മൈൽ എന്നാണ് പറയാ. അത് സ്പീഡ് കൂട്ടല് അത് ഒരു 12 മണിയിലും കഴിയുമ്പോഴാണ്. നിങ്ങൾ ഷിപ്പിൽ പോയിക്കണോന്നറിയില്ല, പോയവരുണ്ടാവും, ഓൽക്കറിയാം. ഞാൻ പോയിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഇത് വളരെ സ്പീഡിൽ പോവുക. കാരണം ഷിപ്പ് സ്പീഡിൽ പോയി കഴിഞ്ഞാല് അതല്ല, മനുഷ്യ ഉറങ്ങാത്ത സമയത്താണ് പോകുന്നതിന്റെ എല്ലാവരും വോമിറ്റ് വരും ഭയങ്കരമായിട്ട്. അപ്പൊ ഇവര് 12 മണി കഴിഞ്ഞിട്ടാണ്, ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് ഇതിനെ കൂടുതൽ സ്പീഡിൽ കൊണ്ടുപോവുക. ഖുർആനിലെ പല ഇടങ്ങളില് ഈ കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. അല്ലെ, കടലിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ പോലുള്ള കപ്പലുകളും അവന്റേതാണ്. ഇപ്പോ ഏത് കാലത്താണ് അള്ളാഹു, നമ്മള് ദുർബലരായതുകൊണ്ടാണ് കേട്ടോ, ഏത് കാലത്താണ് ഇതെല്ലാം പറഞ്ഞതെന്നെല്ലാം ചോദിക്കുന്നത്. സൂറത്തുർ റഹ്മാനിലെ ഒരായത്താണ്. വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ പോലുള്ള കപ്പലുകൾ. അപ്പൊ പർവ്വതങ്ങൾ പോലുള്ള കപ്പലുകൾ എന്ന് പറയുമ്പോ ഇന്ന് മനുഷ്യൻ നേരിട്ട് കാണുന്ന കപ്പലുകളിൽ വലിപ്പം എന്താ? ഞാൻ 7 നിലകളുള്ള കപ്പലിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 7 നിലകളുള്ള. മുഹമ്മദ് റസൂലുള്ള ജീവിച്ച ലോകത്ത് നിന്ന് ഈ ആയത്ത് ഓതുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എന്തേക്കാരം? പർവ്വതങ്ങൾ പോലുള്ള എന്നെല്ലാം പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ
ഈ പർവ്വതങ്ങൾ പോലുള്ള കപ്പലുകളെ ഈ വെള്ളത്തിൽ എങ്ങനെയാണ് അള്ളാഹു അത് താങ്ങി നിൽക്കുവാൻ, അതിനെ താങ്ങി നിർത്തുവാൻ പര്യാപ്തമായ രൂപത്തിൽ എങ്ങനെയാണ് അള്ളാഹു അതിനെ പാകപ്പെടുത്തിയിട്ടുള്ളത് എന്നെല്ലാം ഇന്ന് മനുഷ്യന് എത്ര അത്ഭുതത്തോടു കൂടി ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലേ? റസൂലുള്ളാഹിക്ക് ഒരു പരിചയവും ഇല്ലാത്ത, ഒരു അനുഭവവും ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സൂറത്ത് സുഹ്റൂഫില് അള്ളാഹു ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണ്? വലൗലാ അൻ യകൂനന്നാസു ഉമ്മത്തൻ വാഹിദ ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാനി ലിബുയൂതിഹിം സഖഫൻ മിൻ ഫില്ലത്തിൻ വമആരിജ അലൈഹാ യൽഹറൂൻ. അല്ലേ? അവിടെ മനുഷ്യര് ഒരൊറ്റ സമുദായമായി പോകുമായിരുന്നില്ലെങ്കിൽ പരമകാരുണ്യവാനായ അള്ളാഹു നിഷേധിക്കുന്നവരുടെ വീടുകൾക്ക് നാം വെള്ളി കൊണ്ടുള്ള മേൽക്കൂരകളും അതുപോലെ തന്നെ അവർ കയറി ചെല്ലുന്ന വെള്ളി കൊണ്ടുള്ള കോവണികളും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നാണ്. ഇപ്പൊ വെള്ളി കൊണ്ടുള്ള ഗോപുരങ്ങള്, നിലകള്, അതിൻ്റെ കോവണികള്, ഇന്ന് നമ്മള് എങ്ങനെയൊക്കെയാണ് മനുഷ്യന് അവന്റെ വീടുകളുടെ, അവന്റെ കൊട്ടാരങ്ങളുടെ, അവന്റെ ഭവനങ്ങളുടെ എല്ലാം തന്നെ നിർമ്മിതി ഇത് നടത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീടുകളിലും ഒരു പക്ഷേ വേണമെങ്കിൽ ഇനി ഭാവിയിൽ സ്വർണം കൊണ്ടും അതുപോലെ തന്നെ വെള്ളി കൊണ്ടല്ലോ ഇക്കാര്യം ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ സ്വഹാബികൾക്കോ പരിചയമില്ലാത്ത ഒന്നിനെ കുറിച്ചാണ് ഇവിടെ എല്ലാം പറയണത്. അവർക്കാർക്കും അറിവില്ലാത്ത ഒന്നിനെ കുറിച്ച്, മല പോലുള്ള കപ്പലുകള്, അതുപോലെ തന്നെ വെള്ളി കൊണ്ടുള്ള സൗധങ്ങള്, അതിന്റെ കോവണി പോലും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെടുന്നത്, അങ്ങനെല്ലാം പറയുമ്പോൾ എങ്ങനെ ഇക്കാരം അതിനെക്കുറിച്ചെല്ലാം അവരുടെ സങ്കല്പം എങ്ങനെയായിരിക്കും ഈ ആയത്തിലും പോകുമ്പോൾ അവർ ചിന്തയിൽ ഉണ്ടായിട്ടുണ്ടാകുക. അപ്പൊ അള്ളാഹു കാറ്റിനെ കൊണ്ടുവന്ന് സമുദ്രത്തിലെ കപ്പലുകളെ അള്ളാഹു ഒരു കാലത്ത് മനുഷ്യൻ ഉപയോഗിച്ച പായക്കപ്പലുകളെ സമുദ്രത്തില് അതിനെ ഉപയോഗിക്കുവാൻ, അതിനെ മനുഷ്യന് കാറ്റിന്റെ ദിശയെ അനുസരിച്ചാണ് അവൻ അന്ന് പായക്കപ്പലുകളെ അവന് ഉപയോഗിച്ചിരുന്നത്. കാറ്റിന്റെ ദിശക്കനുസരിച്ചാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവിടെ നിങ്ങള് ഈ റീഹ ഫയദ്ലൽന റവാക്കിദ അലാ ളഹിരിഹി എന്ന് അള്ളാഹു കാറ്റിനെ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാറ്റിനെ നിശ്ചലമാക്കുന്നു. അപ്പോൾ കപ്പലുകൾ സമുദ്രോപരിതലത്തിൽ ചലനമില്ലാതെ കിടക്കുന്നു. ഈ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അള്ളാഹു മനുഷ്യന് എങ്ങനെയൊക്കെയാണ് അവന്റെ സംവിധാനങ്ങളെ, അവന്റെ യാത്രാ സംവിധാനങ്ങളെ കാറ്റിലൂടെയും കാറ്റിനെ നിശ്ചലമാക്കിയും എങ്ങനെയൊക്കെയാണ് അവൻ അതിനുള്ള അവസരം നൽകുന്നത് എന്ന് പറയുന്ന ഇത് ഏതായത്തിൽ സൂറത്തിലാ നിനക്കറിയില്ല. ഈ രൂപത്തിൽ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോ കപ്പലും സമുദ്രവും ആ കപ്പലിന്റെ സഞ്ചാരവും ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ മഹാ അനുഗ്രഹത്തിന്റെ മുകളിലാണെന്നും അത് അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണെന്നും അതിൽ ചിന്തിക്കേണ്ടതുണ്ടെന്നും അള്ളാഹു ഇതിനെയെല്ലാം തന്നെ ലിയുരിയക്കും മിൻ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുവാനാണ്, കാണിച്ചു തരുവാനാണ് ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതെന്നും അള്ളാഹു പറയാണ്. അപ്പൊ എന്തൊക്കെയാ അള്ളാഹുടെ ദൃഷ്ടാന്തങ്ങള്? നമ്മൾ നേരത്തെ സൂറത്ത് അൻആമില് നമ്മൾ ഓതിയ ആ ആയത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. വഹുവല്ലദീ സഖറൽ ബഹ്റ അവൻ സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി, ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ നല്ല ശുദ്ധ മാംസങ്ങൾ നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്, വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹ നിങ്ങൾക്ക് ധരിക്കാനുള്ള നല്ല പവിഴങ്ങള്
എല്ലാം തന്നെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കുവാനും അലങ്കാരത്തിനും നിങ്ങൾ അതുപോലെ തന്നെ ധരിക്കുവാനും വേണ്ടിയെല്ലാമുള്ള പവിഴങ്ങളെ പുറത്തു കൊണ്ടുവരുവാനും അങ്ങനെ നിങ്ങൾ അതിലൂടെ നിങ്ങൾ നന്ദി കാണിക്കുവാനും എന്നാലും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തുകളെ അള്ളാഹു അവിടെ എണ്ണി പറയുന്നുണ്ട്. ആയാത്തിൻ, ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സമുദ്രത്തെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ കാറ്റിനെ കുറിച്ച് മനുഷ്യൻ പഠിക്കണം, നീരാവിയെ കുറിച്ച് മനുഷ്യൻ പഠിക്കണം. എല്ലാത്തിനെ കുറിച്ചും പഠിക്കാനുള്ള വലിയ ചിന്തയിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ അള്ളാഹു കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ, ഇവിടെ ഷക്കൂർ എന്ന് പറയുന്ന ആയത്തിന് മുമ്പ് സ്വബ്ബാർ എന്ന വാക്കിനെ അള്ളാഹു ഉപയോഗിച്ചത് എന്ന് ഇമാം ഷാറാബി പറയാം. അപ്പൊ നന്നായി ക്ഷമിക്കുന്ന, ഗാഠമായി ക്ഷമിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തം ഉണ്ട് എന്നാ. അപ്പൊ ഈ ക്ഷമിക്കുന്നവർക്ക് എങ്ങനെ ദൃഷ്ടാന്തം ഉണ്ടാകുക? അപ്പൊ നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ ആയത്തില്, അഥവാ സമുദ്രാഴിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ പര്യാപ്തമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിന്റെ ആഴിയിൽ മനുഷ്യൻ ഭൂമുഖത്ത് കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ അവന്റെ വാനലോകത്ത് കാണുന്നതിനേക്കാളും അത്ഭുതങ്ങൾ സമുദ്രാഴിയിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം നിങ്ങളുടേതായിരിക്കുന്ന ശ്രമങ്ങൾ നടത്തി നിങ്ങൾ എത്തി നോക്കാൻ ശ്രമിക്കണം. അപ്പൊ അതിന് നല്ല ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം, നല്ല ക്ഷമയുണ്ടായിരിക്കണം എന്നാണ് ഈ പറയുന്നത് എന്നാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഷാറാബി വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഷക്കൂർ എന്ന വാക്കിന്റെ മുമ്പ് സ്വബ്ബാർ എന്ന വാക്കിനെ അള്ളാഹു ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോ പഠനം, ഗവേഷണം, ഇതിനെല്ലാം തന്നെ നന്നായി ക്ഷമ ആവശ്യമാണ്. കുത്തിരുന്ന് പഠിക്കണം, അങ്ങനെയല്ലേ നമ്മൾ പറയാം, കുത്തിരുന്ന് പഠിക്കണം എന്ന് പറയും. അതിന് കുറച്ച് ക്ഷമയിലും വേണടോ എന്ന് പറയും. അപ്പോ അറിവിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ക്ഷമാശീലർക്ക് മാത്രമേ കഴിയുള്ളൂ. ഭക്ഷണം ഒഴിവാക്കി, അവന്റെ സുഖങ്ങൾ ഒഴിവാക്കി, സന്തോഷങ്ങൾ ഒഴിവാക്കി, ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു ചെല്ലാൻ ത്യാഗങ്ങൾ സഹിച്ച് ജീവിതവും മരണവും മുഖാമുഖം കാണുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ധാരാളം ഘട്ടങ്ങൾ ഇവിടെ ഉണ്ടാവും. അവിടെ എല്ലാം തന്നെ ക്ഷമയോടുകൂടി നിങ്ങൾ ഇതിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോ ഷക്കൂർ നന്ദി കാണിക്കുന്നവരെന്ന് പിന്നെ പറയാണ്. അപ്പൊ ഈ നന്ദി എന്നുള്ളത് പുതിയ പുതിയ ഒന്നിനെ മനുഷ്യന് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്ന് ഇക്കാര്യം ശുക്രിന്റെ വർത്തമാനങ്ങൾ എന്നാണ്. അവൻ അതുവരെ അനുഭവമില്ലാത്ത, അതുവരെ അവന് ലഭ്യമല്ലാത്ത ഒന്ന് അവന് സമയാസമയം ലഭിച്ചു പോകുമ്പോൾ അവൻ നന്ദിയുള്ളവനാകും, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും, ശുക്ർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ പുതിയ പുതിയ ലോകത്തെ നിങ്ങൾ കണ്ടെത്തണം എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ക്ഷമയോടുകൂടി ഇത്തരം ലോകങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന്, അത് മുകളിലുള്ളതാവട്ടെ, നിങ്ങളെ കാലിനടിയിലുള്ളതാവട്ടെ, സമുദ്രനിരപ്പിന് താഴെയുള്ളതാവട്ടെ, നിങ്ങൾ ക്ഷമയോടുകൂടി ഇതിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് അതിലെ അത്ഭുതങ്ങളെ കണ്ടെത്തി അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെട്ട് നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ടാണ് ഈ ആയത്തില് സ്വബ്ബാർ എന്ന വാക്കിനെ ഷക്കൂർ എന്ന വാക്കിന്റെ മുമ്പ് അള്ളാഹു എടുത്തു പറഞ്ഞത്. അങ്ങനെ വാക്കുകളെ പ്രയോഗിച്ചതിൽ പോലും അള്ളാഹു മനുഷ്യന് നൽകുന്ന മഹാചിന്താലോകത്തെ ഇതിലൂടെ എല്ലാം തന്നെ അള്ളാഹു പങ്കുവെക്കുന്നുണ്ട്. അപ്പോ നന്നായി ക്ഷമിക്കുക. സ്വബ്ബാർ എന്ന് പറഞ്ഞാല് അത് ചെറിയ ക്ഷമക്കുള്ള പ്രയോഗമല്ല, അതൊരു മുബാലഗത്തിന്റെ ഒരു പ്രയോഗമാണ്. ഏറ്റവും നന്നായി ക്ഷമിക്കുന്നവർക്കും ഏറ്റവും നന്നായി ക്ഷമയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നവർക്കും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഏതായാലും അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അള്ളാഹു
നല്ല മനുഷ്യരെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ പാപങ്ങളിൽ അള്ളാഹു പുറത്തരട്ടെ. അള്ളാഹു നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളെ ഗുരുവര്യന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നന്നായി ചിന്തിക്കുന്ന, പടച്ചോന്റെ അളമത്ത് ബോധ്യപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹ്.